ആൻഡ് പ്രണവ്. നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ? നമുക്കറിയാവുന്നതുപോലെ UPSC സിവിൽ സർവീസ് പ്രിലിംസിന് 2 പേപ്പറുകളാണുള്ളത്, GS1 GS2. അതിൽ GS2 രണ്ടാമത്തെ പേപ്പറാണ് CSAT. വർഷങ്ങളായി CSATന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടിക്കൊണ്ടുവരികയാണ്. പലർക്കും അതൊരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. മാത്ത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് പോലും എങ്ങനെ ലോജിക്കലായി CSATനെ സമീപിക്കാമെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വഴി നമുക്ക് ഇന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് 2021 ശേഷമുള്ള CSAT ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു നോക്കിയേ. 120 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 80 പേര് ഇന്ത്യൻസ് ആണ്, റിമൈനിങ് ഫോറിനേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 120-ൽ 80 പേർ ഇന്ത്യൻസ് ആണ്. ബാക്കി റിമൈനിങ് എത്ര ആയിരിക്കും? ബാക്കി റിമൈനിങ് 40 ആൾക്കാർ ഫോറിനേഴ്സ് ആയിരിക്കുമല്ലോ. 80 ഇന്ത്യൻസും കാണും, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 40 ആൾക്കാർ ഫോറിനറും കാണും. 70% ഇംഗ്ലീഷ് സംസാരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ലോജിക്കൽ നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ആ 70 പേർക്കും ആ 70 ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ 70 ആൾക്കാരും ഇന്ത്യക്കാരായ വല്ല കുഴപ്പമുണ്ടോ എന്ന് ആലോചിക്കുക. ഇന്ത്യക്കാർ മൊത്തത്തിൽ 80 പേരുണ്ട്. അതിനകത്ത് 70 ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഒരു കുഴപ്പമില്ല. അപ്പൊ 70 എന്ന് പറയുന്ന ഞാൻ ഒരു റാൻഡം നമ്പർ എടുത്തതാണ്. റാൻഡം നമ്പർ അല്ല, ആ നമ്പർ എടുത്തതാണ്. അപ്പോൾ അതവിടെ വർക്ക് ആവുന്നുണ്ട്. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ 70 ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ നോക്കിയേ. ഇപ്പൊ 20 എന്ന് പറഞ്ഞ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാമല്ലോ, 30 എന്ന് പറഞ്ഞ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാമല്ലോ, 30 ഓർ ലെസ് എലിമിനേറ്റ് ചെയ്യാം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 30 ഓർ മോർ. അപ്പൊ നമ്മളിവിടെ ചെറിയൊരു ലോജിക്കൽ റീസണിങ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് എലിമിനേഷൻ നടത്താൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഡിവിസിബിലിറ്റിയുടെയും LCMന്റെയും ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് അറിയാത്തൊരു കുട്ടി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ വായിച്ചേ. 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 2 റിമൈൻഡർ വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിന്റെ റിമൈൻഡറിന്റെ കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ ഇത് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, റിമൈൻഡർ 2 വരണമല്ലോ. ഈ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ ആൻസർ എന്ന് പറയുന്നത്. റിമൈൻഡർ 2 വന്ന 2 എന്ന് പറഞ്ഞാൽ അധികം 2 വരണം. അപ്പൊ ഞാൻ എല്ലാ ഓപ്ഷനിൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യുവാണ്. എല്ലാ ഓപ്ഷനിൽ നിന്നും 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 1010, 1020, 1120, 1220. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 സബ്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ 4 നമ്പറുകളിൽ ഏത് നമ്പറിനെ എനിക്ക് 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം ത്രൂ ഓപ്ഷന്റെ ഹെൽപ്പോടെ നമുക്ക് ഫൈനൽ ആൻസർ എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പറൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. 3ന്റെ ഡിവിസിബിലിറ്റി അറിയാത്തൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തതിന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ നമ്പർ പറ്റും, മൂന്നാമത്തെ നമ്പർ പറ്റത്തില്ല, നാലാമത്തെ നമ്പർ പറ്റത്തില്ല. സോ അപ്പം കറക്റ്റ് ആൻസർ 2 ആണ്. അപ്പോൾ LCMന്റെ കൺസെപ്റ്റ് അറിയാത്തൊരു കുട്ടിക്ക് ഈ മെത്തേഡിൽ കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. സെയിം പാറ്റേൺ ഉള്ള ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 1000 എബോവ് ഉള്ള ഏത് നമ്പറിനെ 6, 9, 12, 15, 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റിമൈൻഡർ 3 ആണ്. അപ്പൊ നമ്മൾ 3 അങ്ങ് കുറച്ച് കളയുവാണ്. അപ്പൊ അധികം വരുന്ന സംഖ്യ കുറച്ച് കളയുവാണ്. അപ്പൊ ഓരോ ഓപ്ഷൻസിൽ നിന്ന് 3 കുറച്ച് കളഞ്ഞു നോക്കിയേ. 1063, 1070, 1080, 1180. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടത്? ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതിനെ എനിക്ക് 6, 9, 12, 15, 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ 4 ഓപ്ഷനിനകത്ത് ഏതിനെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തേതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടാമത്തത് പറ്റത്തില്ല, മൂന്നാമത്തത് പറ്റും, നാലാമത്തത് പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷന്റെ സഹായത്തോടെ കൂടി ഈവൻ ബേസിക് കൺസെപ്റ്റ് അറിയാത്തവര്, നോൺ ബാഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് പോലും ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. When a certain number is multiplied by 7, the product entirely comprises only 1. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പാറ്റേൺ കിട്ടി. 1111 എന്ന് പറഞ്ഞൊരു പാറ്റേൺ കിട്ടി.
അങ്ങനെയാണെങ്കിൽ ആ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? ഇത് ആക്ച്വലി 7ന്റെ ഡിവിസിബിലിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 7ന്റെ ഡിവിസിബിലിറ്റി അറിയാത്തൊരു കുട്ടി ഇതിനെങ്ങനെ ചെയ്യുക? ഏതോ ഒരു നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ പാറ്റേൺ കിട്ടി. അപ്പൊ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഈ ഓപ്ഷൻസിനകത്തുള്ള 4 സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കുമല്ലോ ആ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണ്? ഈ 4 ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ? ഏത് ഓപ്ഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 1 1 1 എന്ന പാറ്റേൺ കിട്ടുന്നു. മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങൾ ആ ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ ഡി എന്ന് കിട്ടും. അപ്പം ഡിവിസിബിലിറ്റി എന്താണെന്ന് പോലും അറിയാത്ത ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അങ്ങനെ 2.5 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഒരു ഓപ്ഷൻ വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് സ്വല്പം ഒരു ബേസിക് നോളജ് വേണം. ഇത് നോക്കിയേ, ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2⁻40 അതിന് നമുക്ക് ചെറുതാക്കാനൊന്നുമില്ല. അപ്പൊ 2⁻40 തന്നെ അതുപോലെ അങ്ങ് എഴുതി. 3⁻21 3⁻21 തന്നെ എഴുതി. 4⁻18 അതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാൻ പഠിക്കണം. നമ്മൾ എക്സ്പോണൻസിൽ പഠിക്കുന്നതാണ്. എന്നാലും ഈ 2നെ എനിക്ക് 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. 2 സ്ക്വയർ റേസ്റ്റ് 18 എന്ന് എഴുതാം. 8നെ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 2 ആണ് 8 എന്ന് പറയുന്നത്. 2 ക്യൂബ് ഹോൾ റേസ്റ്റ് 12 എന്ന് എഴുതാം. ഇനിയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. നോക്കിയേ, ഇതിനെ എനിക്ക് 2⁻36 എന്ന് എഴുതാം. ഇതിനെ എനിക്ക് 2⁻36 എന്ന് എഴുതാം. ആദ്യത്തെ 2 ഓപ്ഷൻസ് അതുപോലെ നിർത്തി. 2⁻40 3⁻21. ഇനി ശ്രദ്ധിച്ചേ, ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്, ഇവിടെ ഒരു 2⁻40 ഉണ്ട്, ഇവിടെ ഒരു 2⁻36 ഉണ്ട്, 2⁻36 ഉണ്ട്. അതിനകത്ത് ചെറുത് ഏതായിരിക്കും? 2⁻36 ആണ് ചെറുത്. ഇപ്പൊ 2⁻40 എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, സി ഓപ്ഷനും 2⁻36 ആണ്, ഡി ഓപ്ഷനും 2⁻36 ആണ്. നമ്മുടെ OMR ഷീറ്റിൽ നമുക്ക് കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ മാർക്ക് ചെയ്യാൻ പറ്റും, ഒരു ഓപ്ഷൻ അല്ലേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സി ഓപ്ഷനും ഡി ഓപ്ഷനും ആവത്തില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. കാരണം സിയും ഡിയും ഒരുമിച്ച് വരാൻ പറ്റത്തില്ല. കാരണം 2⁻36ഉം അടുത്തതും 2⁻36 ആണ്. സോ ഒബ്വിയസ്ലി ആൻസർ എത്ര ആയിരിക്കും? 3⁻21 ആയിരിക്കും. ഇതിനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പം നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡും ലോജിക്കൽ റീസണിങ് വഴി കുറച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് വരും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഈവൻ ഒരു മാത്ത് ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പോലും ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈ സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. CSAT മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഈ സെക്ഷനിലൂടെ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് CSATനെ ഭയപ്പെടാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക.